ഹലോ ഹായ് വെൽക്കം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ LDCയുടെ വീക്ക്ലി എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ വീക്ക്ലി എക്സാമിൽ ഈ ആഴ്ച തന്നിട്ടുള്ള ടൈം ടേബിൾ, അതായത് ലാസ്റ്റ് ആഴ്ച തന്നിട്ടുള്ള ടൈം ടേബിൾ പ്രകാരമുള്ളത് ഫുൾ റിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഡെയിലി ടൈം ടേബിൾസ് ഫോളോ ചെയ്യുക. പിന്നെ ഇതുവരെ ബാച്ച് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇനിയുള്ള കോൺടാക്ട് നമ്പറും തരാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം ബാച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് ആരംഭിക്കാം. ഓക്കെ, അപ്പം തുടങ്ങുവാണ്. ഒന്നാമത്തെ ചോദ്യം, അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് ആരാണ്? ഓട്ടോ വാൻ ഗെറിക് ആണ് അല്ലെ. അപ്പം നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് ആരാണ്? ഓട്ടോ വാൻ ഗെറിക് ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ദ്രാവകത്തിന് ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷേപ ബലം ആശ്രയിക്കാത്തത് ഏതിനെയാണ് ആശ്രയിക്കാത്തത്? അന്തരീക്ഷ മർദ്ദമാണ്. ഇവിടെ 3 ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കിയോ, അന്തരീക്ഷ മർദ്ദമാണ് അല്ലെ. അടുത്തത്, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം ഈ കൂട്ടത്തിൽ ഏതാ? നമ്മൾ ടെക്സ്റ്റിൽ SCRTയിലും പ്രത്യേകം എടുത്ത് കാണുന്ന മില്ലി ബാറും ചോദിക്കും അല്ലെ, ഹെക്ടോ പാസ്കലും ചോദിക്കും. അപ്പം ഇവ രണ്ടുമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം എന്ന് പറഞ്ഞാൽ മില്ലി ബാർ, ഹെക്ടോ പാസ്കലും. ഓക്കെ, മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ്. അടുത്തത്, കടലുപ്പ്, പൂമ്പൊടി, ചാരം, ധൂമം, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇതെല്ലാം പൊടിപടലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. പൊടിപടലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം. അടുത്ത 5ാമത്തെ ചോദ്യം പോസ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടായി പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ആര്? നമുക്കറിയാം, നവമഞ്ചേരി ശ്രീനാരായണ ഗുരു ആരുടെ മരണത്തെ തുടർന്ന് എഴുതിയത്? ഓക്കെ അല്ലേ? അപ്പൊ തന്നെ അവിടെ ഒരു PYQ കിട്ടിയില്ലേ? ശ്രീനാരായണ ഗുരുവിനെ തൈക്കാടയ്യെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ ആരാ? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമിയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇനി ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരാ? ആനി ബെസന്റ് അല്ലെ. തറക്കല്ലിട്ടത് ആരാണ്? ആനി ബെസന്റ് ആണ്. അടുത്തത്, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരു ഇവര് കണ്ടുമുട്ടിയത് എപ്പോഴാ? 1925 അല്ലെ. അപ്പം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ് തർജ്ജമ ചെയ്തത്? N കുമാരനാണ് അല്ലെ. എന്നാൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണമാണെങ്കിലോ അത് കുമാരൻ ആശാനായിരുന്നു. 1922. ഓർത്തു വെച്ചോണേ, ശ്രീനാരായണ ഗുരുവും ടാഗോറുമായിട്ടുള്ള സംഭാഷണം ട്രാൻസ്ലേറ്റർ ആയിട്ടിരുന്ന വ്യക്തി ആരാ? കുമാരൻ ആശാനും. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവാണെങ്കിൽ N കുമാരനുമാണ്. ഇത് രണ്ടും ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്, പഠിച്ചോണം. അടുത്ത്, ശ്രീനാരായണ ഗുരുവിന്റെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം ഏതാ? 2006. ഓക്കെ അല്ലെ. അടുത്തത്, ചൂടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. തെറ്റായ പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏത്? വായിച്ചു നോക്കണേ, പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ. ഓക്കെ, ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആണല്ലോ, തെറ്റില്ലല്ലോ. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നല്ലേ, ഇവിടെ സമീപിക്കാം എന്നാണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഓർത്തോണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് DPSP ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ പറ്റും എന്നും ഓർത്തു വെച്ചോണം കേട്ടോ. ഇനി ഇതോടെ വായിച്ച മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാ? അയർലൻഡിൽ നിന്നുമാണ്. ഇത്രയും സംഭവങ്ങൾ സെറ്റിൽ, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കോണം. ഇനി 10ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? നമ്മൾ പറഞ്ഞു, നമ്മൾ കടമെടുത്തത് അയർലൻഡാ അല്ലെ. അതുകൊണ്ട് PSC ഓപ്ഷൻ എയിലും അയർലൻഡിനെ തരത്തുള്ളൂ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ചോദിച്ചാൽ സ്പെയിൻ ആണ്. ഓക്കെ, സ്പെയിൻ ആണ്. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കൊക്കെ എത്രയാണ്? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ടോട്ടൽ 50ലും എത്ര ആണെന്ന് പറഞ്ഞ ലാസ്റ്റ് കട്ട് ഓഫും പറഞ്ഞുതരാം. അപ്പോ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. LDCയുടെ ബാച്ച് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോ. ഓരോ ദിവസം ഡെയിലി ടൈം ടേബിൾ തരും, അങ്ങോട്ട് പഠിക്കേണ്ട ടോപ്പിക്സും ലിങ്കും തരും. അതിനുശേഷം വീക്ക്ലി നമ്മൾ ഇതേപോലെ എക്സാമും കണ്ടക്ട് ചെയ്യും. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിലെ GKസും എല്ലാം ആഡ് ചെയ്ത് ലൈവ് ആയിട്ട് ഒരു എക്സാം നടത്തി തരും. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്തതാണ് SCRT സീരീസ്.
SCRT സീരീസ് 350 രൂപയുള്ള ഈ കോഴ്സിന് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും വേഗം ജോയിൻ ചെയ്തോ. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എക്സാം സീരീസ് ആയത്. അതുകൊണ്ട് ഇത് എത്രയും വേഗം ജോയിൻ ചെയ്ത് LDCക്ക് ഭയങ്കര യൂസ്ഫുൾ ആയത് മാർക്ക് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തതാണ് LPUPയുടെ മോഡൽ എക്സാം. 50 മോഡൽ എക്സാംസ് ഉണ്ട്. 299 രൂപ ഓഫർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ്, അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നുണ്ടേ കേട്ടോ. പിന്നെ നമ്മുടെ LPUP ക്രാഷ് കോഴ്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോണം. റെഡി? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ ചരിത്രകാരൻ ആരാണ്? ഇത് PYQ ആണ്. ഇമ്പോർട്ടന്റ്. ആരായത്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. മറക്കരുത്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞത് ആരാ? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഓക്കെ, മനസ്സാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അനുച്ഛേദം 39D എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മൾ പറഞ്ഞിട്ടില്ലേ, നോക്കിക്കേ. സ്റ്റേറ്റ് നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം, പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം. ഇതിലേത് വരും? 39D ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അല്ലെ, ഡായ്ക്കും ഡിക്കും അല്ലെ, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നതാണ് D. 39D. ഡായ് ആയാലും ഡി ആയാലും അവർക്ക് ഈക്വൽ സാലറി അല്ലെ. 39D ഡായ് ആയാലും ഡി ആയാലും ഈക്വൽ സാലറി ആണ് അല്ലെ. അപ്പം സ്ത്രീക്കും പുരുഷനും തുല്യ വേതനമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ചേരുംപടി ചേർക്കുക. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഇതിലെ എല്ലാം നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അറിയാവുന്നത് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും റിപ്പീറ്റഡ് ചോദ്യം ഈ കൂട്ടത്തിൽ ഏതാ? ആർട്ടിക്കിൾ 44. അനുച്ഛേദം 44 എന്താ? ഒരേപോലെ ഇരിക്കുന്ന 4, അതായത് യൂണിഫോം ആയിട്ട് ഇരിക്കുന്നത് അല്ലെ. അപ്പം ഏകീകൃത സിവിൽ കോഡാണ് ഈ 44. അതായത് 3B ആണെന്ന്. 3B ഉണ്ടോ? ഇതല്ല. 3B ഉണ്ടോ? ഇതല്ല. 3B ഉണ്ട്, ഇതുണ്ട്, ഇതില്ല. ഓക്കെ, അപ്പൊ തന്നെ ഉത്തരം കിട്ടി എലിമിനേഷൻ വഴി. എങ്ങനെയാ? 44-ാം ഭേദഗതി ഏകീകൃത സിവിൽ കോഡാണ്, യൂണിഫോം സിവിൽ കോഡാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 3Bയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ബാക്കിയുള്ളതോടെ മാച്ച് ചെയ്ത് തരാം. ഒന്നാമത്തേത് C. നോക്കിക്കേ, 43-ാമത്തെ, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുന്നു. മിനിമം വേജും 43 പറയുന്നത്. മിനിമം വേജ് പറയുന്നതും 43 ആണ്. മിനിമം വേജ് പറയുന്നത് 43 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 43A എന്താണ്? വ്യവസായശാലകളില് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക അല്ലെ. പിന്നെ 45 എന്താ? നമ്മളത് പറഞ്ഞിട്ടുണ്ട്, 4, 5, 6 എന്ന് പറഞ്ഞോണം. 4, 5, 6 എന്താ? 45-ല് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസം എന്നിവ നൽകാൻ രാഷ്ട്രം ശ്രമിക്കേണ്ടതാണെന്നാണ് 45-ല് പറയുന്നത്. അതുകൊണ്ട് 4, 5, 6 എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? എലിമിനേഷൻ വഴി അത് കിട്ടിയില്ലേ? ഇനി രാജ്യസഭയുടെ പിതാവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആര്? രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? അദ്ദേഹം. രാജ്യസഭയുടെ പിതാവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ആരാ? ഡോക്ടർ S രാധാകൃഷ്ണനെയാണ് അല്ലെ. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് നമുക്ക് പറയാം. അതേപോലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ആര്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ, അതായത് രാജ്യസഭ അധ്യക്ഷൻ. ഓക്കെ അല്ലേ? അപ്പം ഡോക്ടർ S രാധാകൃഷ്ണനാണ്. റെഡി അല്ലേ? അടുത്തത്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആര്? രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ഇതിലാരാ? MM ജേക്കബ് ആണ്. ആദ്യ ഉപാധ്യക്ഷനായ മലയാളി. ആദ്യ ഉപാധ്യക്ഷനായത് MM ജേക്കബ് ആണ്. KR നാരായണൻ നമ്മൾ വീഴരുത്, അതുകൊണ്ട് ഓപ്ഷൻ A തന്നെ തരുന്നത് കേട്ടോ. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി MM ജേക്കബ് ആണ്. റെഡി? ഇനി ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? നോക്കിക്കേ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി KM പണിക്കറാണ്. ഓക്കെ അല്ലേ? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാള സിനിമാ നടനാരാ? സുരേഷ് ഗോപി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടാമത്തെ കായിക താരം എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. ഓക്കെ അല്ലേ? അടുത്തത്, വിമലയ്ക്ക് സിനിമ കാണണം. വിഭക്തി ഇതിലേതാണ്? വിമലയ്ക്ക് അല്ലെ. ക്ക് വരുന്നത് ഏതാ? ഉദ്ദേശികക്ക് അല്ലെ. ഉദ്ദേശികക്ക് ഓർത്ത് വെച്ചോണേ. അപ്പം ഉദ്ദേശിക, വിമലയ്ക്ക് അല്ലെ. ഉദ്ദേശിക, ഉദ്ദേശികക്ക് ഓർത്ത് വെച്ചോണേ. അടുത്തത്, ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി. ഇവിടെ സുഗ്രീവനോട്, ഓട് അല്ലെ. ഓട്. ഓട് എന്ന പ്രത്യേകം ഏത് വിഭക്തിയുടേതാണ്? ഓട് എന്ന് വരുന്നത് ഏത് വിഭക്തിയാണ്? സംയോജികയോട്. ഉദ്ദേശികക്ക് കേട്ടോ. സംയോജികയോട്, സംയോജികയോട്. റിവിഷനായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ മലയാളത്തിൽ പോയി കാണണം, കണ്ടു പഠിച്ച് തീർക്കണം. ഭയങ്കര സിമ്പിളാ, മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമായത് കേട്ടോ. ഇനി അടുത്തത്, വിഭക്തി പ്രത്യയം ഇല്ലാത്ത വിഭക്തി ഈ കൂട്ടത്തിൽ ഏതാണ്? ഏതാ? സംയോജിക അല്ലെ. സംയോജിക.
ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞു വന്നതാ, നിർദ്ദേശികയ്ക്കാണ് വിഭക്തി പ്രത്യയം ഇല്ലാത്തത്. അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തോണേ. ഓക്കെ, അപ്പൊ നിർദ്ദേശികയ്ക്ക് വിഭക്തി പ്രത്യയം ഇല്ല. നോക്കിക്കേ, സംബന്ധിക. ഓക്കെ, സംബന്ധികയുടെ കൂടെ വരുന്നത് എന്റെ കൂടെ. ഓക്കെ, എന്റെ കൂടെ. അപ്പൊ സംബന്ധികയുടെ ആണെങ്കിൽ എന്റെ കൂടെയും വരും അല്ലെ. പിന്നെ സംയോജികയാണെങ്കിൽ ഓട്, സംയോജികയോട്. ഓക്കെ, സംയോജിക ഓട്, ഓട് കൂടെ വരത്തില്ലേ? വരും. പിന്നെ പ്രയോജക വന്നിട്ടുണ്ടെങ്കിൽ പ്രയോജിക ആൽ വരും. ആൽ, പ്രയോജിക ആൽ. അപ്പം സംബന്ധികന്റെ പിന്നെ കൂടെയുണ്ട്, സംയോജികയോട്, പ്രയോജിക ആലുണ്ട്, നിർദ്ദേശികയ്ക്ക് വിഭക്തി പ്രത്യയം ഇല്ല. അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂല്ലോ അല്ലെ, തിരുത്തി കാണുമല്ലോ. അതാണ് ഒരു കൺഫ്യൂഷൻ വന്നത്, കീഴിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കിടന്നത്. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർത്ത ശബ്ദം ഏതാ? ഉദ്ദേശികക്ക് അല്ലെ, ഉദ്ദേശികക്ക്, രമയ്ക്ക് എന്ന് വരുന്നതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലെ, ഉദ്ദേശികക്ക്. അടുത്തത് രാജാവിന്റെ കിരീടം നഷ്ടപ്പെട്ടു അല്ലെ. രാജാവിന്റെ വന്ന് എന്റെ കൂടെ നമ്മൾ ഏത് കൂടെ വരുന്നത്? സംബന്ധിക എന്റെയും കൂടെയും വരും അല്ലെ, സംബന്ധിക. ഓർത്ത് വെച്ചോണേ, സംയോജികയോട്, ഉദ്ദേശികയ്ക്ക്, പ്രതിഗാർഹിക ഇത് ഇത്രയുമാണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്ന് നോക്കിക്കേ. ഏതൊക്കെ വരും? ആഹാര സ്വീകരണം അല്ലെ, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. ക്ലാസ്സസ് ഒന്നും മിസ്സാക്കരുത്. ആ ടൈം ടേബിൾ അനുസരിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് പക്കായിട്ട് റാങ്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തത്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് ഏത് പ്രവർത്തനം വഴിയാണ്? അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുകുന്നത് ഇത് ഏത് പ്രവർത്തനം വഴിയാണ്? ഏത് വഴിയാണ്? ഇത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് അല്ലെ. ഇത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്, സിമ്പിൾ ഡിഫ്യൂഷൻ. അടുത്തത്, ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നതിനെ തടയാൻ സഹായിക്കുന്ന, ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഏതാണ്? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ഏതാ? ക്ലോമ വിധാനമാണ് അല്ലെ, ക്ലോമ വിധാനമാണ്. ഓർത്ത് വെച്ചോണേ. അടുത്തത് കുറച്ച് ഇംഗ്ലീഷ് കൂടെ നമ്മുടെ. ഹാവ് യു സീൻ മൈ MP3 പ്ലെയർ എനിവെയർ? ഹാവ് യു സീൻ മൈ അല്ലെ. ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിറ്റർമൈനർ? ഇവിടെ ഡിറ്റർമൈനർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണെന്ന് ഓർത്ത് വെച്ചോണം. ഏതാ? അപ്പം ഹാവ് യു സീൻ മൈ അല്ലേ വന്നത്. മൈ വരുമ്പോ ഏതാ? പൊസസീവ്സ് ആണ് അല്ലെ, പൊസസീവ്സ് ആണ്. ഏത് ഡിറ്റർമൈനർ ആണ് ഉപയോഗിച്ചേക്കുന്നുള്ള ചോദ്യങ്ങളായത്. അടുത്ത, ഹി ഡ്രാങ്ക് ദ ഹോൾ മിൽക്ക്. ഹി ഡ്രാങ്ക് ദ ഹോൾ മിൽക്ക് മൊത്തത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ? അത് ക്വാണ്ടിഫയർ ആണ് അല്ലെ, ക്വാണ്ടിഫയർ ആണ്. അടുത്തത്, ദ എക്സൈസ് ടീം സ്വീസ്ഡ് 8 കിലോഗ്രാം ഓഫ് MDMA. ഇതിലെ 8 എന്നുള്ളത് ബോർഡ് ലെറ്ററിൽ എഴുതിയേക്കുന്നത് 8 എന്നുള്ളത് എന്തായിട്ട് വരും? 8 ന്യൂമറിക് ആണ് അല്ലെ. ഏത് ഡിറ്റർമൈനർ? ന്യൂമറിക് ആണ് ഇവിടെ വരുന്നത്. ഇനി I have only a few friends. I have only a few friends. അപ്പൊ ഇവിടെ ഏത് ഡിറ്റർമൈനർ യൂസ് ചെയ്തേക്കുന്നത്? ഫ്യൂ എന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ഏതാ? ക്വാണ്ടിഫയർ ആണ് അല്ലെ. ഫ്യൂ എന്നുള്ളതുകൊണ്ട് ക്വാണ്ടിഫയർ ആണ്. നമ്പർ തന്ന ന്യൂമറിക്കും ഓർത്ത് വെച്ചോണം ഇതല്ല കേട്ടോ. അടുത്തത്, രാമായണം പാട്ട് എക്സെട്ര എക്സെട്ര. ഇതൊക്കെ ഹനുമാൻ പാമലൈ, പിന്നെ ഉജ്ജയിനി, മഹാകാളി, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഈ രാമായണം പാട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. എന്റെ കാശിയാത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഓർത്ത് വെച്ചോണെ. ഇത് ആരുടെ കൃതികളാണ്? ഇതെല്ലാം ആരുടെ കൃതികളാണ്? തൈക്കാടയ്യയുടെ കൃതികളാണ്. ഓക്കെ, തൈക്കാടയ്യയുടെ കൃതികളാണ്. തൈക്കാടയ്യയുടെ കൃതികളാണ്. രാമായണം പാട്ട്, എന്റെ കാശിയാത്ര, ഓക്കെ, തൈക്കാടയ്യയുടെ ആണ്. റെഡി അല്ലേ? ഇനി തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി ഏതാ? ശിവനാണ് അല്ലെ. ഇത് ശിവനാണെന്ന് ഓർത്തു വെച്ചോണം. ഇനി തിരുവനന്തപുരം ചാലയിൽ ശൈവപ്രകാശ സഭ ഇമ്പോർട്ടന്റ് ആണ്. ശൈവപ്രകാശ സഭ വെരി വെരി ഇമ്പോർട്ടന്റ്. ശൈവപ്രകാശ സഭ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത്, ശൈവപ്രകാശ സഭ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാ? തൈക്കാടയ്യ. മറക്കല്ലേ, ശൈവപ്രകാശ സഭ. അതേപോലെ പന്തി ഭോജനം ആരായിരുന്നു? പന്തി ഭോജനം തൈക്കാടയ്യ. ഓക്കെ, പന്തി ഭോജനമാണെങ്കിലും തൈക്കാടയ്യാണ്. ശൈവപ്രകാശ സഭ തൈക്കാടയ്യ, പന്തി ഭോജനം തൈക്കാടയ്യ, ശൈവപ്രകാശ സഭ തൈക്കാടയ്യാണ്. ഓക്കെ അല്ലേ? ശരി. വാഗ്ഭടാനന്റെ ആണെങ്കിലോ പ്രീതി ഭോജനം അല്ലെ. സഹോദരൻ അയ്യപ്പന്റെ ആണെങ്കിലോ മിശ്ര ഭോജനം. ഓക്കെ. ഇനി വൈകുണ്ഠസ്വാമിയുടെ ആണെങ്കിലും സമപന്തി ഭോജനം. ഇതെല്ലാം ഓർത്തു വെച്ചോണം. ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ശൈവപ്രകാശ് സഭ തൈക്കാടയ്യ, ശൈവപ്രകാശ് സഭ തൈക്കാടയ്യ. അടുത്ത്, ചുവടെ തന്നിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും
ശിലായുഗം ഏതെന്ന് തിരിച്ചറിയുക. മനുഷ്യൻ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, കാലഘട്ടം മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം എന്നാൽ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. എന്നാൽ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഹിന്റുകളാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ഏത് ശിലായുഗമാണ് ഓക്കെ എന്ന് തിരിച്ചറിയുക. ഏത് ശിലായുഗമായത്? ഇത്രയും ക്ലൂവിൽ നിന്ന് ഏത് മനസ്സിലാവും? പ്രാചീന ശിലായുഗം അല്ലെ, പ്രാചീന ശിലായുഗമാണ്. ഹിന്റിൽ നിന്നും കിട്ടത്തില്ലേ? ക്ലാസ്സസ് ഒന്നും മിസ്സാക്കല്ല. SCRT ഇൻക്ലൂഡ് ആയിട്ട് പോകുന്ന കോഴ്സാണിത്. മസ്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ഇനി അടുത്തത് തടിയിലും പാപ്പിറസിലും, ഇല അറിയാലോ പാപ്പിറസ്, ഓക്കെ, എഴുതിയിരിക്കുന്ന ചിഹ്നവും അക്ഷര രൂപവും കൂട്ടിച്ചേർത്ത് പ്രാചീന ഈജിപ്ഷ്യൻ ലിപി ഏതാണ്? ഏതാ? ഹൈറോഗ്ലിഫിക്സ് ആണ് അല്ലെ, ഹൈറോഗ്ലിഫിക്സ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് അത്. ഇനി കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? എന്ന് പറഞ്ഞത് ആരാ? ഓഗ്ബോൺ ആണ് അല്ലെ, ഓഗ്ബോൺ ആണ്. അപ്പൊ ഓർത്ത് വെച്ചാൽ മതി, കുടുംബത്തിൽ ബോൺ ജനിച്ചു വരുന്ന എല്ലാവർക്കും അപ്പൊ സമാധാനം കിട്ടുമെന്ന് ഓർത്താൽ മതി. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഓഗ്ബോൺ ആണ്. ഓക്കെ അല്ലേ? എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? എന്നിലൂടെ എന്ന് എഴുതിയത് ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. സോറി, എന്നിലൂടെ എന്ന് പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചത് കുഞ്ഞാണ് കേട്ടോ. അപ്പൊ കുഞ്ഞുണ്ണി മാഷ ഓർത്ത് വെച്ചോണെ, കുഞ്ഞുണ്ണി മാഷാണ് എന്നിലൂടെ. കുഞ്ഞുണ്ണി മാഷ, ഒരു കുഞ്ഞ് കണക്ട് ചെയ്ത് വെച്ചോണ്ട് പറ്റിയത്. അപ്പം എന്നിലൂടെ എന്നുള്ള കുഞ്ഞുണ്ണി മാഷയാണ്. ഓക്കെ, എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയതാര? കുഞ്ഞുണ്ണി മാഷ. ഓക്കെ, എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയതാര? കുഞ്ഞുണ്ണി മാഷയാണ്. ഇനി ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. ഓക്കെ, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യം. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക സംവിധാനം ജനാധിപത്യം. ഇങ്ങനെ പറഞ്ഞത് ആരാ? നമ്മുടെ അമർത്യ സെൻ ആണ്. ഓക്കെ, അമർത്യ സെൻ പറഞ്ഞതാണ്. റെഡി? ഇനി ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ? പോസ് ചെയ്ത് ചെയ്യാൻ നോക്കണം. പിന്നെ ടൈം ഓവറോൾ നോക്കിയേക്കണം കേട്ടോ. ഏറ്റവും ഫാസ്റ്റ് ആയി പോകുന്ന ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ക്രാറ്റോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധികാരമാണ്. ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താ? അധികാരമാണ്. ഓക്കെ, അധികാരമാണ്. ഇനി അടുത്ത ചോദ്യം, ഇടനാടിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്താ? മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനല്ലേ? ഇടനാട് മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയ്ക്കാണുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതാണ്? ഈ ഇടനാടിന്റെ കിഴക്ക് ഭാഗത്താണ് തീരപ്രദേശം. കിഴക്ക് ഭാഗത്ത് എന്താണ്? മലനാടാണ് അല്ലെ? ഇടനാടിന്റെ കിഴക്ക് ഭാഗത്ത് മലനാടാണെന്ന് ഓർത്ത് വെച്ചോണം. അപ്പം ഇടനാടിന്റെ നോക്കിക്കേ, ചെറിയ കുന്നുകൾ കാണപ്പെടുന്നു, താഴ്വരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ നദീതടങ്ങൾ കാണപ്പെടുന്നു. ഇതൊക്കെ ഇടനാടിനെ കുറിച്ചുള്ള സവിശേഷതകളാണ്. എന്നാൽ കിഴക്ക് ഭാഗത്തുള്ളത് ഏതാ? മലനാടാണ്. അത് ഓർത്ത് വെച്ചോളുമല്ലോ. ഓക്കെ, അടുത്ത 39ാമത്തെ ചോദ്യം, അയഡിന്റെ അഭാവം. അപ്പോഴേ നിങ്ങൾക്ക് ഓപ്ഷനുമായിട്ട് കിട്ടും കേട്ടോ. തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. ഓക്കെ, ഈ അവസ്ഥ എന്തായി മാറും? ഒന്ന് നോക്കിക്കേ, ഇതില് റിപ്പീറ്റഡ് ചോദ്യമാണ്. എന്താ? ഗോയിറ്റർ അല്ലെ? അത് ഗോയിറ്റർ ആണ്. അടുത്ത 40ാമത്തെ ചോദ്യം, ഉറക്കത്തെയും പകൽ പ്രവർത്തനത്തെയും താളാത്മകമായി നിയന്ത്രിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏതാണ്? ഉറക്കത്തെയും പകൽ പ്രവർത്തനത്തെയും നമ്മുടെ സർക്കാഡിയൻ റിതം എന്ന് പറയും. അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് അല്ലെ? പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ ഉറക്കത്തെയും പകൽ പ്രവർത്തനത്തെയും താളാത്മകമായി നിയന്ത്രിക്കുന്നത് നമ്മുടെ സർക്കാഡിയൻ റിതം എന്ന് പറയും. പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് ആണ്. അടുത്തത് നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അതേതാ? പീയൂഷ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ് ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി അല്ലെ? പീയൂഷ് ഗ്രന്ഥിയാണെന്ന് ഓർത്ത് വെച്ചോണം. ഇനി നമ്മുടെ മാത്സിലോട്ട് പോകുക. നിങ്ങൾ പോസ് ചെയ്ത് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, തുടങ്ങുക. 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. കുറച്ച് ടൈമേ എടുക്കാവൂ ഇതില്. ഓക്കെ, എത്ര വരും? പോസ് മാറ്റിയിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ആൻസർ മാർക്ക് ചെയ്യാൻ പോവാം. അപ്പൊ പോസ് ചെയ്തോണേ. ഓക്കെ, ചെയ്തിട്ട് മാത്രമേ പോസ് മാറ്റാവൂ. ആൻസർ 14 ആണ്. ഇതിന്റെ ആവറേജ് ഇതെല്ലാം കൂടെ പ്ലസ് ഡിവൈഡ് ബൈ ഈ നമ്പറിന്റെ എണ്ണം അങ്ങോട്ട് കൊടുക്കുക അല്ലെ? ഇനി 5, 10, 15, 20 അടുത്ത എക്സ് എന്നീ അളവുകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എത്രയാണ്? ആവറേജസ് ആണ് ഇവിടെ ഉള്ളത്. എക്സിന്റെ വില എത്രയാണ്? അപ്പൊ ചെയ്ത് നോക്കുക. ചെയ്യുന്നതിന് വരെ പോസ് ചെയ്യുക. അപ്പൊ മൊത്തം ടൈം നോക്കിക്കോണം. എന്തായാലും 50 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് വന്നാലും
ഒരു മാക്സിമം 35-40 മിനിറ്റ് നിങ്ങൾ ചെയ്ത് തീർത്തിരിക്കണം. അത്രയും പോവരുത്. നമുക്ക് ഓരോ എക്സാം പോകുമ്പോഴും കുറച്ച് കൊണ്ടുവരണം. എത്രയാണ്? 40 ആണ് അല്ലെ? ഓക്കെ. ഇനി 8 കുട്ടികളുടെ ശരാശരി വയസ്സ് 13 ആണ്. അവയുടെ വയസ്സുകളുടെ തുക എത്രയാണ്? 8 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 13 ആണ് അല്ലെ? അപ്പൊ കിട്ടത്തില്ലേ? എത്ര? 104. 8 × 13 ചെയ്യുമ്പോഴേ സെറ്റ് ആവത്തില്ലേ അത്? ഓക്കെ. അടുത്തത്, ആദ്യത്തെ 21 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 21 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? എത്ര? 21 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്തോണേ. 11 ആണ്. ഓക്കെ. ഇതെല്ലാം ചെയ്ത് നോക്കി കിട്ടണം. സപ്പോസ് ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ മാത്സ് ക്ലാസ്സുകൾ കണ്ടു നോക്കണം, കണ്ടു പഠിക്കണം. ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്താണ്? ഓക്കെ. എത്രയാ? 5 ആണ് അല്ലെ? 5. അടുത്ത നമ്മൾ പോവാ. 1937 നിലവിൽ വന്ന ഫെഡറൽ കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മുടെ 1950 നിലവിൽ വന്ന സുപ്രീം കോടതിയിലത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കനിയ. ഓക്കെ, ഹരിലാൽ ജെ കനിയ. ഇനി സർ എലീജ ഇംപെ ആണെങ്കിലോ? കൽക്കട്ട സുപ്രീം കോടതി അല്ലെ? കൽക്കട്ട സുപ്രീം കോടതി 1773 ആക്ട് പ്രകാരം 74 സ്ഥാപിതമായ കൽക്കട്ട സുപ്രീം കോടതിയിലത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ 37 നിലവിൽ വന്ന ഫെഡറൽ കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാ? മൗറിസ് ഗെയർ ആണ്. ഓക്കെ, മൗറിസ് ഗെയർ ആണ്. ഇവർ ഇത്രയും പേരെ ഓർത്തോണം, പ്രധാനപ്പെട്ടതാണ്. മൗറിസ് ഗെയർ ആണ്. ഇനി ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ്? അവസാനമായി വിഭജിച്ച സ്റ്റേറ്റുകൾ ഏതാന്ന് ഓർത്താൽ മതി. ഏതൊക്കെയാ? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചു, ആന്ധ്രാപ്രദേശ് തെലങ്കാനയാക്കി. ഇപ്പൊ തെലങ്കാനയ്ക്ക് ആ കോടതി കിട്ടി. അപ്പൊ ആന്ധ്രാപ്രദേശ് പുത്തനായിട്ടൊന്ന് സ്ഥാപിച്ചു. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതി ഏതാ? ആന്ധ്രാപ്രദേശിന്റേതാണ്. ഓക്കെ. സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം, സന്ദർഭാനുസരണം പ്രവർത്തിക്കാൻ ഉള്ള ബുദ്ധി, ഇതിന്റെ ഒറ്റപ്പദം എന്താണ്? സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി, ഇതിന്റെ ഒറ്റപ്പദം എഴുതുക. പ്രത്യുത്പന്നതിത്വം അല്ലെ? ഇതാണ് സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയുടെ ഒറ്റപ്പദം. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം, നമ്മുടെ ദ്രോണരുടെ പുത്രൻ എന്നുള്ള ഒറ്റപ്പദം എന്താണ്? ദ്രോണരുടെ പുത്രൻ എന്താണ്? ആരാ? ദ്രൗണിയാണ്. ഓക്കെ. അപ്പം നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക. ഓക്കെ. ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 41 ആണ് കേട്ടോ. 41 ആണെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർ ആണ്. ഇനി ഒരു ബിഗിനർ ആണ് അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ മാക്സിമം പോയി 36, അതിൽ താന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കട്ട് ഓഫ്. ഈ ഒരു രീതിയിൽ നമ്മൾ പാറ്റേൺ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത വീക്കിലി എക്സാംസ് കൂടെ കഴിയുമ്പോൾ ഓവറോൾ റിവിഷൻസും കൂടെ പിന്നെയും കിട്ടി സെറ്റ് ആയിട്ട് വരും. ഓക്കെ. അതിന്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ആഴ്ചയിൽ യൂട്യൂബിൽ ഇടുന്ന നമ്മുടെ ചാനലിലെ എയിംസിന്റെ ചാനലിൽ ഇടുന്ന വീഡിയോസും കൂടെ കാണാമെങ്കിൽ സെറ്റ് ആയി മാറും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതേപോലെ അടുത്ത ബാച്ച് ഡീറ്റെയിൽസ് LDCക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ട്, എത്രയും വേഗം ജോയിൻ ചെയ്തു. 999 ആണ് പ്രൈസ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. 25 മോഡൽ എക്സാംസ് ഇപ്പൊ ഫ്രീ ആയിട്ട് കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ SCRT സീരീസ് ആണ് ഏറ്റവും ഡിമാൻഡിങ് ആൻഡ് ഏറ്റവും ട്രെൻഡിങ് ടോപ്പിക്കുമായി മാറിയത്. നമ്മുടെ എക്സാം സീരീസ് SCRTയുടെ 350 രൂപയാണ്. ഓക്കെ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്തോളൂ. പിന്നെ നമുക്ക് LPUPയുടെ 50 മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഓഫർ ഡേയ്സിൽ 299 ആണ്, അല്ലാത്തപ്പോൾ 399 ആയി മാറും. അതുകൊണ്ട് എത്രയും വേഗം അതും എടുത്തോണം കേട്ടോ. പിന്നെ നമ്മുടെ LPUPയുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് 60 ഡേയ്സിൻ്റെത്. അതിലേക്കും ജോയിൻ ചെയ്തോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. ഇത്രയുമാണ് നിലവിലുള്ള ബാച്ചുകൾ. നമ്മുടെ എക്സാം സീരീസും എത്ര വേഗം ഉപയോഗിച്ച് എത്തുക. അപ്പം നമ്മുടെ പുത്തൻ ബാച്ചസിനും ഡീറ്റെയിൽസിനും വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ എപ്പോഴേലും ക്വിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും പോകത്തോണം. നമ്മൾ ഇത് എന്തിന് തുടങ്ങി എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. നമ്മൾ മോട്ടിവേറ്റഡ് ആയിക്കോളും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.